ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്നും ഫാബ്രിക്കിൽ തന്നെ കാണിക്കുന്നത്. ഇതുവരെ കണ്ടത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഓർഗാൻസ തുണി എടുത്തിട്ടുള്ളത്. ഈ ഓർഗാൻസയിൽ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പരന്നു പോകുന്നതാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഈ കളേഴ്സ് ഫെവിക്രിലിൻ്റെ ബ്ലൂ എടുത്തിട്ടുണ്ട്, സിറ്റിലുള്ളത് വൈറ്റ് എടുത്തിട്ടുണ്ട്. അക്രിലിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ബ്ലൂവും വൈറ്റും ഡയറക്റ്റ് എടുക്കുന്നത്. ഡയറക്റ്റ് എടുക്കുമ്പോഴൊരു ഇതെന്ന് വെച്ചാൽ മിക്സഡ് കളറായിട്ട് പോകും. അപ്പോൾ ഇതിൽ ചെറുതായി പടർന്നു വരുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ മീഡിയം ഉണ്ടല്ലോ, അത് തന്നെയാണ് സ്പ്രെഡായി വരുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ചെയ്ത ഇതിൽ കുറച്ച് സ്പ്രെഡായില്ല. ഇനിയും ഇതിനെ തന്നെ ഞാൻ വീണ്ടും തിക്കായിട്ട് ചെയ്യും. വെറുതെ അങ്ങോട്ട് ചെയ്യണം. അതായത് ത്രീ ടൈംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെയ്തു, ഇൻ ബിറ്റ്വീനായിട്ട് വീണ്ടും ചെയ്തു. ഇനി നമുക്കിതിന് ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് വരയ്ക്കുന്നതിന് മുന്നേ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ എടുക്കുന്നു. എന്നിട്ട് സെൻറ്ററിൽ ഇതേമാതിരി യെല്ലോ വെച്ച് കൊടുക്കും. അത് തുന്നാൻ അറിയുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഫ്രഞ്ച് നോട്ടോ എംബ്രോയിഡറി എന്തെങ്കിലും ചെയ്താലും നല്ല രസമുണ്ടാവും. ഇനി ബ്രഷിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഗ്രീനും യെല്ലോ ഇതേമാതിരി തന്നെ ചെയ്യുന്നത്. പെട്ടെന്ന് എടുക്കണമെന്ന് മാത്രം. ഗ്രീനും യെല്ലോ എടുത്തിട്ട് എളുപ്പമുള്ള സ്ട്രോക്കാണ്. ഇതിൽ ഓർഗാൻസ ആകുമ്പോൾ അതിന് ഷൈനിങ് ഉള്ളതുകൊണ്ട് ശരിക്കും കാണുന്നില്ല, പക്ഷെ പിക്കായിരിക്കും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതേമാതിരിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതേമാതിരി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ഒരു ബിഗിനേഴ്സിന് മാത്രം ഉള്ള ഒരു ലെവലിൽ ചെയ്യുന്നത്. വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് 30-30ൽ കൂടുതൽ വെറൈറ്റി നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോൾ വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.